സിസ്റ്റർ മ്യൂട്ടില്ല ആക്ച്വലി. Praise Lord. കേൾക്കാമോ? കേൾക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് വൈകുന്നേര സമയം മഹത്വപ്പെടുമാറട്ടെ. നിങ്ങൾക്കത് രാവിലെ സമയമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വൈകുന്നേര സമയമാണ്. മഴയും വല്ലാത്തൊരു കാലാവസ്ഥ വൈകുന്നേരം ഉണ്ടായി. എങ്കിലും ദൈവം എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് ഇന്ന് രാത്രിയിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ദേവദാസനും ദേവദാസിയും എന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞ് ഞാൻ വളരെയധികം ശാരീരികമായ ബലഹീന അവസ്ഥയിലായി. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ഉച്ചവരെ വളരെ ഭാരപ്പെട്ടു. ഇപ്പോഴും ആ ശാരീരിക പ്രയാസത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ അനുവദിച്ചില്ല വേണ്ടെന്ന് പറയാൻ. കാരണം എന്തോ ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രാർത്ഥന സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു കാലയളവിലാണ് നമ്മളെല്ലാവരും അന്നും ഇന്നും ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുന്നു. മീറ്റിംഗ് തീരുന്നത് വരെ, മെസ്സേജ് കഴിയുന്നത് വരെ കർത്താവിനെ ബലപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ പൂർണ്ണ സൗഖ്യത്തോടെ എനിക്ക് തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യണം. അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. സെക്കരിയ പ്രവചനം, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ വചനം സെക്കരിയ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് സെക്കരിയ പ്രവചനം 1-2 അധ്യായങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളുടെ പറഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തിൽ വരാനും ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നത് പോലെ, ദൈവത്തിന്റെ വചനമാണെങ്കിൽ അങ്ങനെ, ആത്മാവിന്റെ ആലോചനയാണെങ്കിൽ അങ്ങനെ, അല്ല സാക്ഷ്യം ഇതിനിടയ്ക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കഴിവതും ഞാൻ സാക്ഷ്യം ഒഴിവാക്കുന്നതിന്റെ കാരണം, ഒരു വചനം എടുത്താൽ അതിന്റെ ആ പൂർണ്ണതയിലോട്ട് എനിക്ക് വന്നില്ലെങ്കിൽ പിന്നെ മാനസികമായി നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് സാക്ഷ്യം ഇടയ്ക്ക് കയറ്റാത്തത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറുടെ. ദൈവം അനുവദിക്കുന്നത് പോലെ പോകാൻ ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വചനം വായിച്ചപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരുമാണല്ലോ ഇതിനകത്ത് കൂടുതലും ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ വർഷങ്ങൾ കൊണ്ട് കർത്താവിനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വചനത്തിന്റെ ആഴങ്ങളും എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവം തന്ന ആ ഒരു വെളിപ്പാടിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ആദ്യമേ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് മഹാപുരോഹിതനായ യോശുവയോട് ദൈവത്തിന്റെ ദൂതൻ അവനെ സാക്ഷീകരിച്ച് പറഞ്ഞ വാക്കുകളാണ്. നമുക്കറിയാം സെക്കരിയ പ്രവചനം എന്ന് പറയുന്നത് ഇദ്ദോവിന്റെ മകനായ സെക്കരിയാവിനെ കുറിച്ച് നമ്മൾ കാണുന്ന, അവൻ ദൈവത്തിന്റെ ദർശനങ്ങൾ മാത്രമല്ല പ്രസംഗം എന്ന് പറഞ്ഞാൽ ദൈവം അവനോട് കൊടുത്ത പ്രവചനങ്ങൾ അത് പ്രസംഗിച്ചു പറയണമെന്നൊക്കെയാ ദൈവം പറഞ്ഞിരിക്കുന്നത്. പ്രസംഗിച്ചു പറയണമെന്ന് പറയുമ്പോൾ പ്രസംഗിച്ചു പറയണം, പ്രവചിക്കാൻ പറയുമ്പോഴേ പ്രവചിക്കാവൂ. അതൊക്കെ ദൈവത്തിന്റെ നിയമങ്ങളാണ്. ദൈവത്തിന്റെ ആ ഭയങ്കര ഒരു പരിപാടിയിൽപ്പെട്ട കാര്യമാണ്. ഞാനും ഇവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു, എന്നോട് പ്രവചിക്കാൻ പറഞ്ഞാലേ ഞാൻ പ്രവചിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആരുടെയും പേര് വിളിച്ചില്ലേ പറഞ്ഞില്ലേ എന്നൊന്നും വിഷമിക്കരുത്. കാരണം ദൈവം എങ്ങനെ നയിക്കുന്നു അതുപോലെ പോയാലാണ് നമുക്ക് അനുഗ്രഹം. ഏറ്റവും ഉപരി ദൈവത്തിന്റെ വചനമാണ് പ്രവചനം എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്, പിതാക്കന്മാർ ദൈവസന്നിധി വിട്ട് തിരിഞ്ഞു പോയതുപോലെ നിങ്ങൾ തിരിഞ്ഞു പോകരുത്, എങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരണം, എങ്കിലേക്ക് തിരിയണം, അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും എന്നാണ് ആദ്യത്തെ പ്രവചനം. അങ്ങനെ ആ വചനം പറയുമ്പോൾ അവരുടെ പിതാക്കന്മാർ ഇപ്പോൾ എവിടെ എന്ന് പറഞ്ഞാൽ, പിതാക്കന്മാരുടെ കാലത്ത് അവർ ദൈവത്തെ അറിയാതെ പിന്നോട്ട് പോയി. എന്നാൽ പുത്രന്മാരുടെ കാലത്ത്, ഈ കാലത്ത് നമ്മോട് പറയുന്ന കാര്യം, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവസന്നിധി വിട്ട് പിന്നോട്ട് പോയാലും ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ദൈവസന്നിധി വിട്ട് നമ്മൾ പിറകോട്ട് പോകരുത്, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളണം. ഇത് അന്ത്യകാലമാണ്. കർത്താവിന്റെ വരവ് വാതിൽക്കലായിരിക്കുകയാണ്. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ എന്താ നമുക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇത് ഏറ്റവും വാതിൽക്കലായിരിക്കും. നമ്മൾ പറയും 2000 വർഷങ്ങൾ കൊണ്ട് ഇത് കേൾക്കുന്നു, 2000 വരെ നമ്മൾ വിശ്വസിച്ചു, പക്ഷെ 2000-ൽ ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഇങ്ങനെയുള്ള പറഞ്ഞു കേട്ടുകേൾവിയൊക്കെ ഞാനും കേട്ടു. 2000-ൽ ലോകം അവസാനിക്കും. അപ്പൊ 2000 വർഷമായപ്പോ എന്ത് ഭക്തിയോടാ നമ്മളൊക്കെ ജീവിച്ചതെന്നറിയാമോ? പിന്നെയും 26 വർഷം പിന്നിട്ടപ്പം നമ്മുടെ മനസ്സിലൊരു ചിന്ത, 26 വർഷവും കഴിഞ്ഞു, ഇതുവരെ കർത്താവ് വന്നില്ല, ലോകം അവസാനിച്ചില്ല, എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ എന്താ, ഞാൻ പോകുന്ന പോക്കിലങ്ങ് പോയാൽ എന്താ എന്നൊരു ചിന്ത ആത്മീയ ഗോളത്തിനകത്ത് വന്നു ഭവിച്ചത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലുള്ള ആരാധനയോ ദൈവാത്മാവിന്റെ തേജസ്സോ പലപ്പോഴും നമ്മുടെ ആരാധന ആലയങ്ങളിൽ
നിങ്ങളിൽ വെളിപ്പെട്ട് കാണാതിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യില്ല. നിങ്ങൾ പോകുന്ന ആരാധനാലയത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. ഒരാലയത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് ലോകം മുഴുവൻ നമ്മൾ നോക്കിയാൽ ദൈവത്തിന്റെ ആലയത്തിലെ ശൂന്യത നമ്മൾക്ക് മനസ്സിലാകണം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ഉണ്മയോടെ ആരാധിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ രംഗങ്ങളെല്ലാം മാറി, ആ ദർശനങ്ങളെല്ലാം കൈവിട്ട് ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ ചിന്തകളും ഉപജീവന ചിന്തകളും ഉന്നതന്മാരാകാനുള്ള ചിന്തകളും സ്ഥാനം നേടാനുള്ള ചിന്തകളും ദൈവത്തിന്റെ മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിക്ക് സ്ഥാനം കൊടുക്കുവാൻ കഴിയാതെ ഈ ലോകത്തിലെ കാര്യങ്ങൾ എന്തും ചെയ്ത് നിങ്ങൾ നോക്കണേ, എന്തും ചെയ്ത് എനിക്ക് ആഗ്രഹിക്കുന്ന സ്ഥാനം നേടാമെന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിൽ നമ്മുടെ ആത്മീയ സമൂഹം രാഷ്ട്രീയത്തെക്കാൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്നും ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് പറയാനുള്ള ഒരു ദൂത്, എന്നോട് പറയാനുള്ള ദൂത്, നീ എന്നിലേക്കൊന്ന് തിരിഞ്ഞു വാ. നിനക്ക് പ്രതികൂലമായിരിക്കുന്ന, നിനക്ക് ഭാരമായിരിക്കുന്ന, നിനക്ക് തടസ്സമായിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികളൊക്കെ തടസ്സമായിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിലും നീ എന്നിലേക്കൊന്ന് തിരിഞ്ഞു വാ. ഞാൻ നിന്നിലേക്കൊന്ന് തിരിയാൻ ആഗ്രഹിക്കുക. ദൈവം എത്രയോ കാലം കൊണ്ട് ദൈവജനത്തെ വിളിക്കുന്നെന്നറിയാമോ? എത്രയോ കാലങ്ങൾ കൊണ്ട് പറയുന്നു എന്നിലേക്കൊന്ന് തിരിഞ്ഞു വാ. പക്ഷെ തിരിയാൻ നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ട് ദൈവം എന്റെ അടുത്തോട്ട് വരുന്നില്ല. ഇന്ന് രാത്രിയിലും ദൈവം ആഗ്രഹിക്കുന്നു, ബെറ്റി നിന്റെ അടുത്തോട്ട് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആദ്യം നീ എന്റെ അടുത്തോട്ട് വരണം. എത്ര പേർക്ക് ഈ വചനം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എങ്കിലും ആത്മാവിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനത്തോട് എനിക്ക് പറയാൻ നിയോഗമുള്ളതാ. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലോട്ട് അടുത്തു വരാൻ ഞാൻ തയ്യാറായില്ലെങ്കിൽ ദൈവം എന്നെ വിട്ട് ദൂരെ പോകും. ഒരു കാലത്ത് പ്രാർത്ഥനയിൽ എന്റെ സമീപത്തുണ്ടായിരുന്നവൻ, ഒരു കാലത്ത് ആരാധനയിൽ ദൈവ സാന്നിധ്യത്തിൽ എന്നെ നിറച്ചവൻ, ദൈവിക ദർശനങ്ങളാൽ എന്നെ നിറച്ചവൻ, ദൈവിക കൃപാവരങ്ങളാൽ എന്നെ നിറച്ചവൻ, ഇന്ന് ഏതോ മണ്ഡലങ്ങളിലൊക്കെ എന്നിൽ നിന്ന് ദൂരത്ത് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരാത്മീയ അനുഭവമാണ് എന്റേതെങ്കിൽ ഇന്നു പകല് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, നീ മടങ്ങി വാ, നീ എന്നിലേക്കൊന്ന് തിരിയ. ഇന്ന് എനിക്ക് പറയാനുള്ള ആദ്യത്തെ ദൂത് അതാണ്. ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിഞ്ഞില്ലെങ്കിൽ ഭയങ്കര വില കൊടുക്കേണ്ടി വരും കേട്ടോ. ഇന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ആലോചിക്കുക, ഈ സൂം മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് സൂം മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്ന എനിക്ക് ഇന്നലെയാണ് ഈ സൂം മീറ്റിങ്ങിനെ കുറിച്ച്, അതുപോലെ എത്രയോ സൂം മീറ്റിങ്ങുകൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്മാർക്ക് നിയോഗം കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നെന്ന് അറിയാമോ? എന്തിനാന്നറിയാമോ? അന്ത്യ കാലയളവിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള ദൈവത്തിന്റെ ഒരു വലിയ ആഗ്രഹം, ആ പിതാവിന്റെ ആഗ്രഹം. എല്ലാവരും എന്റെ മക്കളായി തീരണം, എല്ലാവരും എന്റെ അടുക്കലേക്ക് വരണം, എല്ലാവരും എന്നോട് ചേർന്ന് ജീവിക്കണം, എന്നിലേക്കൊന്ന് തിരിയണം. ഇതാ ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഓരോ ദിവസവും ദൈവദാസന്മാരും ഒക്കെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ക്രമീകരിക്കുന്നത്. ദൈവവചനം പ്രസംഗിക്കാൻ അനവധി പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇന്ന് വരെ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ എണ്ണാൻ പറ്റുമോ? ഇല്ല. പ്രസംഗിച്ചിട്ട് അതെല്ലാം ഓർമ്മയുണ്ടോ? ഇല്ല. ഇന്ന് പ്രസംഗിച്ചിട്ട് നാളെ ചോദിക്കും, ഇന്നലെ വെച്ച് എന്താ പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ എന്ന് പറയുന്ന ഒരു സമൂഹമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് മാനസാന്തരപ്പെടാനും മടങ്ങി വരാനും ദൈവത്തിങ്കിലേക്ക് തിരിയാനും നമ്മൾ തയ്യാറായില്ലെങ്കിൽ ദൈവം ചില പ്രവൃത്തികൾ നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അത് അദൂരെയായി പോകും. എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാതെ പകുതി വഴിയിലിട്ട് പോകേണ്ടി വരും. ഇന്ന് രാത്രിയിൽ മടങ്ങി വരാൻ നമ്മൾ തയ്യാറാകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കരിയാവ് കാണുന്ന ദർശനങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. 1:7 വാക്യം 8 വാക്യത്തിലൊക്കെ അവൻ രാത്രിയിൽ എന്താ ദർശനം കണ്ടെന്നറിയാമോ? ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷൻ. ഞാൻ ഈ വചനം എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഓരോ ദർശനങ്ങൾ കാണുമ്പോഴും അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനുള്ള ദൂതൻ അവന്റെ കൂടെ ഉണ്ടെന്ന്. ആ ഓരോ ദർശനം കാണുമ്പോഴും അവൻ ചോദിക്കുന്നത് ദൂതനോട്, ഇതെന്താ കണ്ടേ, ഈ പുരുഷൻ എന്താ? നമ്മളൊക്കെ ആണെങ്കിൽ ഈ ദർശനം എല്ലാം വെളിയിൽ പറഞ്ഞുകൊണ്ടുകൂടെ അടി കിട്ടും കേട്ടോ. നമ്മൾ പറയാ ഒരു പുരുഷനെ ഞാൻ കണ്ടു എന്ന്, ഞാൻ ദർശനം കണ്ടു എന്നിരിക്കട്ടെ, അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയാ ആകെ പ്രശ്നമാ നിന്റെ ജീവിതം. ഇത് ചോദിക്കാനും പറയാനും ഒക്കെ നമുക്കതിന്റെ അർത്ഥം പറഞ്ഞു തരാനൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഒരു ദർശനം കാണുമ്പോൾ അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കരുത്, വലിയ പ്രശ്നമാകും. ആ ഒരു ദർശനം കാണുമ്പോൾ ദൈവത്തിന്റെ സന്നിധി ചെന്നിരുന്ന്, കർത്താവേ ഇതെന്താ ഞാൻ ഇങ്ങനെ കണ്ടത്, അപ്പച്ചൻ പറഞ്ഞു തരും കേട്ടോ. പറയാതെ നമ്മളെ അങ്ങനെ വിടുന്ന ദൈവമല്ല. ദൈവത്തോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ കാര്യത്തിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞു തരുന്നത് മാത്രം വെളിയിൽ പറഞ്ഞാൽ മതി. കാണുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കരുത്. പരിജ്ഞാനം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാപിക്കണം. അതുകൊണ്ടാണ് അവൻ കണ്ട ദർശനത്തെ കുറിച്ച് ഞാൻ എടുത്തു
പറയാനിടയായത്. ഇനി 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ അവിടെ വായിക്കുന്ന അവനോട് സംസാരിക്കുന്ന ദൂതൻ അവന് അതിന്റെ 13-ാം വാക്യത്തിൽ നല്ല വാക്കും ആശ്വാസകരമായ വാക്കും പറഞ്ഞു. ഞാൻ സമയം നോക്കിയായിരിക്കുന്നത് കേട്ടോ, എന്റെ സമയത്തിനുള്ളിൽ ഞാൻ ഇരിക്കും. നല്ല വാക്കും ആശ്വാസകരമായ വാക്കും സംസാരിച്ചു. എത്ര നല്ല ദൂതനാ കേട്ടോ. എനിക്ക് തോന്നുന്നു ദൈവം തന്നെ ഇറങ്ങി ഇങ്ങനെ പറയാം. ദൈവത്തിന് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് നല്ല വാക്ക് പ്രാപിച്ച് ആശ്വാസകരമായ വാക്ക് പ്രാപിച്ച് ദൈവത്തിന്റെ ഭക്തൻ അത് പകർന്നു കൊടുക്കുന്ന ഒരു ദൂതൻ. ഇങ്ങനെ ഒരു ദൂതനെ നമുക്ക് വേണ്ടായോ? ഇങ്ങനെ ഒരു സാന്നിധ്യം നമുക്ക് വേണ്ടായോ? ഇങ്ങനെ ഒരു ദൈവകൃപ നമുക്ക് വേണ്ടായോ? ഒരു നല്ല വാക്ക് നമ്മളോട് പറയാൻ, ആശ്വാസകരമായ ഒരു വാക്ക് നമ്മളോട് പറയാൻ, അങ്ങനെ പറയാൻ ഇന്ന് ലോകത്തിൽ ആരുമില്ലാതിരിക്കുമ്പോൾ എന്റെ കൂടെ താമസിക്കുന്നവർ, എന്റെ കൂടെ ജീവിക്കുന്നവർ, എന്റെ കൂടെ ആരാധിക്കുന്നവരുടെ വാക്കുകൾ എനിക്ക് ആശ്വാസം അല്ലാതെ വരുമ്പോൾ ഇന്ന് രാത്രിയിൽ എനിക്കൊരു ആശ്വാസകരമായ വാക്ക് സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ വേണമെന്ന് എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു? ഇന്ന് രാത്രി ദൈവസന്നിധി സമർപ്പിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്നോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാനെന്നേ പറയുന്നില്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ പറ്റിയേ പറയത്തുള്ളൂ. നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിച്ചോണം. കാരണം നീ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതല്ല, ഞാനിപ്പോ മാറ്റി വെച്ചേക്കുക. ഞാൻ എന്നോട് തന്നെ പ്രസംഗിക്കുക നിങ്ങളുടെ മുമ്പിൽ. കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ നിങ്ങളത് നിങ്ങൾക്കായിട്ട് അത് ഏറ്റെടുത്തു കൊള്ളണം. ഞാൻ ആഗ്രഹിക്കുക, പലരും ആശ്വാസമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുമ്പോൾ ആശ്വാസകരമായ ഒരു വാക്ക് പറയാനോ നല്ലൊരു വാക്ക് പറഞ്ഞു തരാനോ എന്റെ മുമ്പിൽ ആരുമില്ലാതിരിക്കുമ്പോ ഞാൻ ഭാരപ്പെട്ടിട്ട് എന്റെ ദൈവത്തോട് പറയാ, അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം എല്ലായ്പ്പോഴും എന്റെ കൂടെ വേണം എന്റെ അപ്പ. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു. ആലീസ് വാണി എന്ന് പറയുന്ന ദൈവദാസിയെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, പല വാക്കുകളും നിനക്ക് ഭാരമായി വരിക, പല പ്രവൃത്തികളും നിനക്ക് ഭാരമായി വരിക, പലരും നിന്നോട് ആശ്വാസകരമല്ലാത്ത വാക്കുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുക, നിന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നീ ദൈവത്തോട് പറ, എന്റെ അപ്പ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. എന്നെ ആശ്വസിപ്പിക്കാൻ ആശ്വാസകരമായ വാക്കുകൾ ഞാൻ അങ്ങയിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ സമർപ്പിക്കും? ഇത് വലിയൊരു അത്ഭുതമായ കാര്യമാ. അത് പ്രാപിച്ചിരിക്കുന്ന ദൈവദാസിദാസന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്ന അളവുനൂൽ പിടിച്ച ഒരു പുരുഷനെ കണ്ടെന്ന്. നമ്മൾ പിന്നെയും പറയാ, അയ്യോ സെക്കരിയാവ് എപ്പോഴും ഇങ്ങനെ പുരുഷന്മാരെ കണ്ടോണ്ടിരിക്കുക കേട്ടോ. ആദ്യം ചുവന്ന കുതിരപ്പുറത്ത് കയറിയ പുരുഷൻ, അതിന്റെ അർത്ഥമെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അളവുനൂൽ. അപ്പോഴും ചോദിക്കുക, ഇതെന്തുവാ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കർത്താവ് ദൂതനെ കൽപ്പിച്ചാക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മളെല്ലാരും വളർത്തിയിട്ടുണ്ടല്ലോ. എന്റെ 2 കുഞ്ഞുങ്ങൾ ഇപ്പൊ വലുതായി കേട്ടോ. അവർ കുഞ്ഞുങ്ങളായിരുന്നപ്പോ മമ്മി അതെന്താ, അപ്പ അതെന്താ എന്ന് ചോദിക്കുന്ന ഒരു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അന്നേരത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നവർക്ക് അന്നേരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ന് വലുതായപ്പോ ഇതെന്താന്ന് ചോദിച്ചോണ്ട് പോടാവിടെന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കും അല്ലേ. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ചിണുങ്ങിക്കൊണ്ട് എന്റെ അപ്പച്ചനോട് ചോദിക്കുക, അപ്പ അതെന്താ ഞാൻ അങ്ങനെ കണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടി പിതാവ് നോക്കിയിരിക്കുകയാണെന്ന്. സ്വർഗത്തിലെ നല്ല അപ്പച്ചനാണെന്ന്, എന്റെ പിതാവാണെന്ന്. ഒരപ്പന് എങ്ങനെ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? അതുപോലെയല്ല, അതിനേക്കാൾ അപ്പുറമായി ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ്. യെരൂശലേമിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന പുരുഷനെ കണ്ടിട്ട് ചോദിക്കുക, നീ എവിടേക്കാ പോകുന്നേ, എന്തുവാ ഇത്? അന്നേരം പറഞ്ഞൊരു മറുപടി കൂടെ ഞാൻ പറയട്ടെ. അത് യെരൂശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്ന്, അതിന്റെ നീളം എന്തെന്ന് നോക്കുവാൻ പോകുന്ന ഒരു ദൂതനാ. യെരൂശലേം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ദൈവസാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാ. അതിന്റെ നീളവും വീതിയും അളക്കാൻ ദൈവം ദൂതനെ വിട്ടിട്ടുണ്ടെന്നാ. ഇന്ന് രാത്രിയിൽ സൂം മീറ്റിങ്ങുകൾ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ, എന്തുമാത്രം ത്യാഗം ചെയ്ത് ഈ മീറ്റിംഗ് നടത്തുന്നെന്ന് ദൈവത്തിന് നന്നോല അറിയാം. ദൈവത്തിന്റെ ആലയത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികളുടെയും നീളവും വീതിയും അളക്കാൻ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശമെല്ലാം ദൈവം നന്നായിട്ട് അളന്ന് നമുക്ക് പ്രതിഫലം തരുന്നവനാ. ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 4-ഉം 5-ഉം വാക്യത്തിൽ 2-ലെ യെരൂശലേമിലെ ആളുകളുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുന്നു. പക്ഷേ ഞാൻ അവർക്ക് ചുറ്റും തീ മതിലായിരിക്കും. ഇപ്പൊ യുദ്ധത്തിന്റെ അവസ്ഥയാ കേട്ടോ, പ്രതികൂലത്തിന്റെ അവസ്ഥ, മതില് തുറന്നു കിടക്കുന്ന പോലുള്ള അവസ്ഥ. ആർക്കും എപ്പോഴും വന്നു കയറാവുന്ന ഒരവസ്ഥയിലല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണോ മിസൈൽ വന്നു വീഴുന്നത് നമുക്കറിയത്തില്ല, എവിടെയാണോ അതിന്റെ ഭാഗങ്ങൾ വന്നു വീഴുന്നതെന്ന് അറിയത്തില്ല, ആർക്കാണോ ജീവൻ നഷ്ടപ്പെടുന്നതെന്ന് അറിയത്തില്ല, ആർക്കാണോ പരിക്കേൽക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ അത്
അതിലും അപ്പുറം നമ്മുടെ ഭവനത്തിന്റെ സുരക്ഷ കർത്താവിന്റെ കരങ്ങളിലാ. നമ്മുടെ തലമുറകളുടെ സുരക്ഷ കർത്താവിന്റെ കരങ്ങളിലാ. നമ്മൾ ആരാധിക്കുന്ന ആലയത്തിന്റെ സുരക്ഷ കർത്താവിന്റെ കരങ്ങളിലാ. അവൻ പറയുക കേട്ടോ, മതിലില്ലാതെ തുറന്നു കിടന്നാലും ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കുമെന്ന്. ഇന്ന് രാത്രിയില് ചില പ്രിയപ്പെട്ടവരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, എന്റെ ജീവിതം എന്തായിത്തീരും, എനിക്ക് സുരക്ഷയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തീമതിലായി ചുറ്റും നിൽക്കുക. ഈ ലോകത്തിലെ പൈസകൾ കൊടുത്ത് മതിൽ കെട്ടി 4 ചുറ്റും അങ്ങനെ ബൗണ്ടറിയൊക്കെ കെട്ടി നല്ല സുഭിക്ഷമായിട്ട് നമ്മൾ ജീവിക്കുക. പക്ഷെ അതിനകത്ത് അനർത്ഥം വരാതിരിക്കോ? വരണതിന്റെ സമയത്തൊക്കെ വരുമല്ലേ. പക്ഷെ ദൈവം നമുക്ക് ചുറ്റും തീമതിലായിരുന്നാൽ, ദൈവം അനുവദിക്കാതെ ഒരു ദുഷ്ടശക്തിയും അതിനകത്ത് കയറി വരത്തില്ല. ആ തീമതിൽ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാകട്ടോ. എനിക്ക് ചുറ്റും കർത്താവ് തീമതിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് ചുറ്റും എന്റെ കർത്താവ് തീമതിലായിരിക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ഞാൻ ജയമെടുക്കുന്നു. അനർത്ഥം എന്റെ ചുറ്റും പതിയിരുന്നു കൊണ്ട് എന്റെ ജീവനെതിരെ നാശം വിതയ്ക്കുവാൻ കടന്നു വരുമ്പോൾ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുക, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിട്ട് നിൽക്കുക. തീമതി. മാത്യു ചിയോ എന്ന് പറയുന്ന ഒരു ദേവദാസിന്റെ അതിരിപ്പുണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവ് പറയുക, പലവിധമായ പ്രയാസങ്ങളാ, ശാരീരികമായി, മാനസികമായി, ആത്മീയമായി നിന്നെ തളർത്തിക്കളയുവാൻ തക്കവണ്ണം ശത്രുവായനെ ഒരുക്കി വിടുന്നത്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുക, ദേവദാസനെ നിങ്ങളോട് പറയുക, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിട്ടുണ്ടെന്ന്. അതിലൊന്ന് ആശ്രയിക്കാമോ? ആ ദൈവ കൃപയിലൊന്ന് ചാരാമോ? ഇന്ന് ഞാൻ നിനക്ക് 4 വശം ഒരു തീമതിലായിട്ട് നിൽക്കുക. തീ കാണാൻ നിനക്ക് പറ്റുന്നില്ലല്ലേ, എനിക്ക് സുരക്ഷയില്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ നീ ചിന്തിച്ചാലും ഇന്ന് രാത്രി നിന്റെ അദൃശ്യ മണ്ഡലങ്ങളിൽ ആത്മാവിന്റെ കണ്ണുകളെ തുറന്നൊന്ന് കാണുക. ഞാൻ നിനക്ക് ചുറ്റും തീമതിലായി നിൽക്കുക. 4 ചുറ്റും മനുഷ്യർ നോക്കുമ്പോൾ നിനക്ക് സുരക്ഷയില്ല. 4 ചുറ്റും നോക്കുമ്പോൾ നിന്റെ മതിലുകളൊക്കെ തുറന്നു കിടക്കുക. വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാ. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുമെന്ന്. വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊള്ളുക. ചില പ്രത്യേക സന്ദർഭങ്ങൾ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള അന്ധകാരത്തിന്റെ ശക്തികൾ നിന്റെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്തി കളയുവാൻ, അപകടങ്ങൾ കൊണ്ടിടുവാൻ തക്കവണ്ണം ശത്രുവായൻ പോരാടിയ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരുന്നത് കൊണ്ട് നിനക്കൊരു അനർത്ഥം ഭവിക്കാതെ ഈ ഭൂമുഖത്ത് നീ ശേഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാലോചന അറിയിക്കുക. ഓ ജഗനസ്യ റീവൽ പ്രൗഢമാന ഘടകസ്യ 2:8 അതിന്റെ അവസാന ഭാഗം, നിന്നെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുക. എന്നെ ആരെങ്കിലും ആവശ്യമില്ലാതെ തൊടാൻ വന്നാലേ എന്റെ കൺമണിയിൽ നിങ്ങളൊന്ന് തൊട്ട് നോക്കിക്കുക, നമുക്ക് വേദന എടുക്കുവോ? അതുപോലെ കർത്താവിന് തോന്നുന്നത്, എന്നെ ആവശ്യമില്ലാതെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്ന എന്റെ അപ്പച്ചന്റെ കൺമണിയെ തൊട്ടതുപോലെ ഞാൻ എന്റെ ദൈവത്തിന്റെ കൺമണിയാ. ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ കൺമണിയാ. ഈ ഉമ്മൻ വർഗീസ് എന്ന് പറഞ്ഞ ഡിവൈസിൽ ഇരിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടല്ലോ, നേരത്തെ പ്രാർത്ഥിച്ച ദൈവദാസി, ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഞാൻ നിന്നെ കൺമണി പോലെയാ സൂക്ഷിച്ചിരിക്കുന്നത്, കണ്ണിന്റെ മണി പോലെയാ സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ണിന്റെ കൃഷ്ണമണിക്ക് എന്ത് പ്രാധാന്യം നിനക്കൊണ്ടോ അതിനേക്കാൾ പ്രാധാന്യം ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന അറിയിക്കുക. ഞാൻ നിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കർത്താവ് പറയാ, നീ എന്റെ കണ്ണിലെ മണിയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ. ഇനി നമുക്ക് 3-ാം അധ്യായത്തിലോട്ട് വരാം. നമ്മുടെ സമയങ്ങൾ വേഗത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് 3-ാം അധ്യായം സെക്കരിയാവിന് കൊടുത്ത ഒരു അടുത്ത ദർശനമാകട്ടോ. സെക്കരിയാവിന് അടുത്തൊരു ദർശനം കൊടുക്കുക. അത് വളരെ വ്യക്തമായ ഒരു ദർശനം, പുരുഷൻ വരുന്നതൊന്നും അല്ല കേട്ടോ. അതെല്ലാം കർത്താവിന്റെ സന്നിധി ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ദൈവം അടുത്ത് കൊടുക്കുന്നതുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ദർശനമാണ്. നിങ്ങൾ വായിച്ചു നോക്കണം. അനന്തരം അവൻ എന്ന് പറയുന്നത് സെക്കരിയാവ്, എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ കണ്ടു. ദൂതൻ മാത്രമല്ല കണ്ടത്, സാത്താൻ അവനെ കുറ്റം ചുമത്താൻ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. എപ്പോഴും നമ്മൾ കാണും നമ്മുടെ വലത്തുഭാഗത്ത് ദൂതനല്ല കാണുന്നത്. നമ്മുടെ വലത്തുഭാഗം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഭാഗമാണല്ലോ, നമുക്ക് വലത്തുഭാഗമല്ലേ ഇഷ്ടം. ഇടത്ത് ഭാഗം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു നെഗറ്റീവ് പോയിന്റ് അല്ലേ. നമ്മുടെ വലത്തുഭാഗത്ത് എപ്പോഴും നിൽക്കുന്ന ആരാന്നറിയാം? പിശാചാ നിൽക്കുന്നത്. അതൊന്നും പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടല്ല. പിശാച് എപ്പോഴും നമ്മുടെ നല്ല ഭാഗത്ത് വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനാന്നറിയാമോ? നമ്മളെ കുറ്റം ചുമത്താൻ. ഇത് പിശാചിന്റെ ഭയങ്കര ഒരു പണിയാ, നമ്മളെ കുറ്റം ചുമത്താൻ. ദൈവസന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കതയോടെ നിൽക്കുമ്പോൾ നമ്മുടെ വലത്തുഭാഗത്ത് വന്ന് നിൽക്കുക, എന്ത് കുറ്റമുണ്ടെന്ന് നോക്കാൻ. പെട്ടെന്ന് കർത്താവ് നോക്കിയപ്പം മഹാപുരോഹിതൻ
യോശുവയെ കുറ്റം ചുമത്താൻ വന്നിരിക്കുന്ന പിശാചിനെ നോക്കി ഫൽസിച്ചു. നിങ്ങൾക്കറിയാമോ, അവിടെ എഴുതിയിരിക്കുന്നു, സാത്താനെ യഹോവ സാത്താനോട് പറയുക, സാത്താനെ യഹോവ നിന്നെ ഫൽസിക്കുന്നു, യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ ഫൽസിക്കുന്നു. ഈ വാക്യം വായിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തിനാ അങ്ങനെ പറഞ്ഞത്? യെരൂശലേം എന്ന് പറയുന്ന ദൈവത്തിന്റെ ആലയമാ. നിങ്ങൾക്കറിയാമോ, ഹഗ്ഗായി പ്രവാചകനും സെക്കരിയ പ്രവാചകനുമാണ് എസ്ര ദൈവാലയം പണിതപ്പം പ്രവചിച്ചത്. നിങ്ങൾ എസ്രയുടെ പുസ്തകത്തിലോട്ട് പോകാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്നൊരു വാക്യം പറഞ്ഞിട്ടിരിക്കുക. എസ്രയുടെ പുസ്തകം 5:2 നിങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, എസ്രയുടെ 5:2 എഴുതിയിട്ടുണ്ട്, യോശുവയും സെരൂബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവ എന്ന് എഴുതിയിരിക്കുന്നത് ഇത് യോശുവ തന്നെ. ഇതും യോസാദാക്കിന്റെ മകൻ യോശുവയാണ് ഈ സെക്കരിയ പ്രവചനത്തിലും കാണുന്നത്. എഴുന്നേറ്റ് യെരൂശലേമിന്റെ ദൈവാലയം പണിയാൻ തുടങ്ങിയെന്ന്. ഇവര് ദൈവാലയം പണിയാൻ തുടങ്ങിയവരാകട്ടോ. അതുകൊണ്ടാ പറയുന്ന, യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിൽ ദൈവത്തിന്റെ ആലയം പണിയാൻ നിയോഗിക്കപ്പെട്ട ഒരു യോശുവുണ്ട്. ആ യോശുവയെ കുറ്റം ചുമത്താൻ പിശാച നിനക്ക് അവകാശമില്ല, ഞാൻ നിന്നെ ഫൽസിക്കുക. നമ്മളൊക്കെ ഇങ്ങനെയല്ല, ഭയങ്കര പൽസനയാ പിശാചിനെയൊക്കെ. എന്തോ പൽസനയാണെന്നറിയാമോ? ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മളെ കുറ്റം ചുമത്താൻ നിൽക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ, കുറ്റം ചുമത്താൻ നിൽക്കുന്ന പിശാചിനെ ദൈവത്തിന്റെ കരങ്ങളിലോട്ട് അങ്ങ് സമർപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം കൈകാര്യം ചെയ്തോളും. അവനെ കുറ്റം പറയാൻ അവന്റെ നാവ് പൊക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രിയിലും കുറ്റം പറയുക എന്നുള്ളത് പിശാചിന്റെ ഭയങ്കര ഒരു പരിപാടിയാ. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ആരെക്കുറിച്ചെങ്കിലും എപ്പോഴും കുറ്റമേ പറയത്തുള്ളെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ വേണം കുറ്റം പറയാൻ. നമ്മുടെ വായിൽ നിന്ന് മറ്റുള്ളവരുടെ കുറ്റം മാത്രമേ വരൂ എന്നുള്ള പറയുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് ഇന്ന് രാത്രി എനിക്ക് പറയാൻ വളരെ സൂക്ഷ്മത വേണം കേട്ടോ. ദൈവത്തിന്റെ ദാസനായ യോശുവ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. ദൈവസന്നിധി നിന്നപ്പോ അവന്റെ വലത്തുഭാഗത്ത് നിന്ന് അവന്റെ കുറ്റം പറയാൻ വന്നവനെ കർത്താവ് ശാസിച്ചെന്നാ. പറഞ്ഞോടാ ഉള്ള കാര്യമല്ലേ, പറഞ്ഞോടാന്നൊന്നും പറയാൻ ദൈവം അനുവദിച്ചില്ല. അവന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഫൽസിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണ്. അവനെ കുറിച്ച് ഒരു നല്ല സാക്ഷ്യം പറഞ്ഞു. പക്ഷെ അടുത്ത വാക്യത്തിൽ നിങ്ങൾ നോക്കണേ, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു പുരോഹിതന് മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ അനുവാദമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ആ ചോദ്യം നിങ്ങൾക്ക് ഞാൻ വിടുക. ഒരു പുരോഹിതന് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് യെരൂശലേമിൽ വന്ന് നിൽക്കാൻ അവകാശമുണ്ടോ? ഒരു പുരോഹിതൻ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് ജീവിതത്തിൽ മറ്റുള്ളവർ നോക്കി ഇത് മുഷിഞ്ഞതാ നാറുന്നതാ എന്ന് പറയുന്ന ഒരു വസ്ത്രം എടുത്തുകൊണ്ട് വന്ന് നിൽക്കാൻ എനിക്ക് അവകാശമില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അവകാശം ദൈവം തന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം, നിങ്ങൾക്കറിയാം പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് പുരോഹിതന്റെ വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കണം? വിശുദ്ധ വസ്ത്രമായിരിക്കണം. 28:2 അവന്റെ മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. 3-ാം വാക്യത്തിൽ വായിക്കുന്ന അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണം. 4-ാം വാക്യത്തിൽ വായിക്കുന്ന അവന്റെ പുത്രന്മാർക്കും അവന്, അതായത് അഹരോന്റെ പുത്രന്മാർക്കും അഹരോനും വേണ്ടി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണമെന്ന് ദൈവത്തിന്റെ വലിയൊരു പ്രമാണമാണ്. അഹരോന് ശേഷം ലേവ്യരിൽ പുരോഹിതനായിട്ട് വന്ന ഈ യോശുവയ്ക്കും അവന്റെ വസ്ത്രവും വിശുദ്ധമായിരിക്കണമെന്ന് ദൈവത്തിന്റെ ഒരു ഭയങ്കര പ്രമാണമാകട്ടോ. പക്ഷെ അവൻ അവിടെ വന്ന് നിന്നോണ്ട് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. സാത്താൻ അത് നോക്കി നിൽക്കുക. അവന്റെ വായിൽ നിന്ന് വരുന്നതിന് മുമ്പേ സാത്താന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആരാണോ എന്തെങ്കിലും ചെറിയ തെറ്റ് കാണിക്കുന്നത് അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ദൈവം അവനെ അനുവദിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. അവന്റെ ആ മുഷിഞ്ഞ വസ്ത്രത്തിന് സപ്പോർട്ട് ചെയ്യുകയായിരുന്നില്ല. കർത്താവ് അവിടെ നിൽക്കുന്നവരോട് പറയുക, ഇവന്റെ വസ്ത്രം ഇവങ്കിൽ നിന്ന് മാറ്റുവിൻ, ഇവന് നല്ലൊരു വസ്ത്രം കൊണ്ടുവരട്ടെ, ഇവന് നല്ല വസ്ത്രം ധരിപ്പിക്കട്ടെ. അതും ദൈവം ചെയ്തു കേട്ടോ. പിശാചിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നോക്കി പരിഹസിക്കാനും കുറ്റം പറയാനുള്ള കാര്യങ്ങൾ നമ്മിൽ തന്നെ ഉണ്ട്. പക്ഷെ പലപ്പോഴും ദൈവം അത് ചെയ്യിക്കാതെ പിശാചിനെ മാറ്റിവിടുന്നത്, ദൈവസന്നിധി നമ്മൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചോണ്ട് എന്ന് നിന്നാലും ദൈവം പിശാചിനെ അങ്ങ് ശാസിച്ചോളൂ എന്ന് വിചാരിക്കാനല്ല. കർത്താവ് പറയാ, മുഷിഞ്ഞ വസ്ത്രം അവന്റെ നിന്ന് മാറ്റുവിൻ. ഇന്ന് രാത്രിയിൽ ജീവിത വസ്ത്രത്തെ കഴുകാൻ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇത് അന്ത്യകാലയളവ്. ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവിനെ ചേർക്കാൻ വരുമ്പോൾ എന്റെ വസ്ത്രത്തിന്റെ മുഷിവ് കണ്ടിട്ട്, എന്റെ വസ്ത്രത്തിന്റെ അഴുക്ക് കണ്ടിട്ട് എന്നെ തള്ളി താഴെ ഇട്ടേച്ച് പോകാതിരിക്കാൻ, എന്നെ എടുത്തു കൊണ്ടുപോകണം, എന്നെയും കൂടെ കൊണ്ടുപോകണം.
അവൻ മുഴക്കുന്ന കാഹളം എന്റെ കാഹളത്തിന്റെ നാദം എന്റെ ചെവിയിലും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുക. നമ്മിലുള്ള ജീവിത വസ്ത്രം ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ വസ്ത്രം മുഷിഞ്ഞതാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് അവിടെ നിൽക്കുന്നവരോടൊക്കെ പറയുക, അവന് നല്ല വസ്ത്രം കൊണ്ട് കൊടുക്കാൻ. അവിടെ വായിക്കുന്ന നിങ്ങളൊരു വാക്യം കൂടെ വായിക്കട്ടെ. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് വേറെ വസ്ത്രം ഇടാൻ പറഞ്ഞപ്പം യോശുവ പറയുക എന്ന് വിചാരിച്ചേ, എനിക്ക് ഈ വസ്ത്രമൊക്കെ മതി, കുറച്ചു നേരം കൂടെയൊക്കെ ഇതിട്ടോണ്ട് നിന്നാ മതി, ഞാനിപ്പോ ശുശ്രൂഷയൊന്നും ചെയ്യുമല്ലോ, ഞാൻ ദൈവാലയത്തിൽ വന്ന് നിൽക്കുന്നതല്ലേ ഉള്ളൂ, ദൈവസേന ഇവിടെ നിൽക്കുന്നതല്ലേ ഉള്ളൂ, ഞാൻ പാടുകയോ പ്രാർത്ഥിക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യുന്ന സമയമല്ലല്ലോ. പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രം ഞാൻ നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വന്നാൽ പോരെ, അല്ലാത്തപ്പോ എനിക്ക് ഈ വസ്ത്രം ഇട്ട് എന്താ കുഴപ്പം, കർത്താവ് എനിക്ക് ഇത് വേണ്ട, എനിക്ക് ഈ ഉള്ള വസ്ത്രം മതി എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ടോ? ഇല്ല. മുഷിഞ്ഞ വസ്ത്രം മാറ്റാൻ വേണ്ടി അവർ വസ്ത്രം കൊണ്ടുവന്നപ്പം അവൻ അതിന് പൂർണ്ണമായും അവന്റെ ഒരു വാക്കും അവിടെ കാണുന്നില്ല. അവൻ ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. എന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റണം, എന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റണം. ഈ ഒരു അവസ്ഥയായിരിക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണേണ്ടത്. കർത്താവ് നമ്മെ നോക്കിയിട്ട് നമ്മുടെ അശുദ്ധികളെ മാറ്റി പിശാചിന് നമ്മിൽ ഒരു കുറവും കണ്ട് വചനം പറയുന്നല്ലോ, വിരോധിക്ക് തിന്മയ്ക്ക് ഒരു വകയും പറയാനിടയില്ലാത്ത രീതിയിൽ വിരോധി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പിശാചിനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തിൽ എന്തോ ഉണ്ട്, എന്റെ വാക്കുകളിൽ എന്തുണ്ട്, എന്റെ പ്രവൃത്തികളിൽ എന്ത് കുറവുണ്ട്, അത് മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റം ചുമത്തി അനേകരുടെ മുമ്പിൽ പരിഹാസ വിഷയമാക്കാൻ പിശാച് എന്നെ നോക്കി വാദിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം അവന്റെ അവസ്ഥകളെ കണ്ടിട്ട് പറയുക, പിശാച് നീ മാറിപ്പോ, അവന്റെ വസ്ത്രത്തെ ഞാൻ മാറ്റി കൊടുക്കുക. ഇന്ന് രാത്രി നമ്മെ ശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക കേട്ടോ. ഇന്ന് രാത്രി നമ്മളെ ശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പൂർണ്ണമായും ദൈവസന്നിധിയിൽ ഒരു ശുദ്ധീകരണത്തിനായി നമ്മളെ വിധേയപ്പെടുത്തി കൊടുത്താൽ അടുത്ത് ചെയ്യുന്ന വാക്യം നിങ്ങൾ നോക്കണേ. ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന്, അകൃത്യം എന്തോ ചെയ്ത്, മുഷിഞ്ഞ വസ്ത്രം മാത്രമല്ലേ ധരിച്ചോളൂ, വസ്ത്രത്തിന് അല്പം മുഷിവും അഴുക്കും ഒക്കെ വന്ന് അതങ്ങ് കഴുകിയെടുത്താൽ പോരെ അല്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ ഞാൻ അത്രയൊന്നും പറഞ്ഞതല്ലേ ഉള്ളൂ, അതിനെന്തോ ഇത്ര വലിയ കാര്യമൊക്കെ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവമാണെങ്കിൽ ആ പുള്ളിയുടെ വസ്ത്രമെല്ലാം മാറ്റി കൊടുത്തു. ഞാൻ നിന്റെ അകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കൃത്യമില്ലാത്ത കാര്യങ്ങളാണ് അകൃത്യങ്ങൾ എന്ന് പറയുന്നത്. കൃത്യതയില്ലാത്ത കാര്യങ്ങൾ, കൃത്യമില്ലാത്ത പ്രാർത്ഥന, കൃത്യമില്ലാത്ത ആരാധന, കൃത്യമില്ലാത്ത ജീവിത രീതികള്. പിള്ളേരോട് പറയത്തില്ലേ സമയത്തിന് ഭക്ഷണം കഴിക്കണം, പറയത്തില്ലേ നമ്മള് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയത്തില്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഉച്ചത്തെ ആഹാരം കഴിക്കണം, വൈകിട്ട് കഴിക്കുന്നത് നമ്മൾ പറയത്തില്ലേ? കൃത്യമായി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയാറുണ്ടോ? കൃത്യമായി ആരാധനയ്ക്ക് പോകണമെന്ന് നമ്മൾ പറയാറുണ്ടോ? കൃത്യമായി ദൈവസന്നിധി ഇരുന്ന് കരയണമെന്ന് നമ്മൾ പിള്ളേരോട് പറയാറുണ്ടോ? പറഞ്ഞില്ലെങ്കിൽ ഇന്ന് തൊട്ട് പറഞ്ഞോണം, നീ കൃത്യമായി ആഹാരം കഴിക്കാൻ മറന്നു പോയാലും വചനം വായിക്കാൻ നീ മറന്നു പോകരുത്, പ്രാർത്ഥിക്കാൻ നീ മറന്നു പോകരുത്, ദൈവകൃപയിൽ ആശ്രയിപ്പാൻ നീ മറന്നു പോകരുതെന്ന് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. കൃത്യമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും മാറ്റി നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം. അടുത്തെന്ന് പറയണേ, ഞാൻ നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുക. അത് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി നമുക്കതിന് പകരം തരുന്ന ഒരു ഉത്സവ വസ്ത്രമാ. ഉത്സവത്തിനൊക്കെ ഇടുന്ന വസ്ത്രം ഉണ്ടല്ലോ, നമ്മൾ നല്ല വില കൂടിയ വസ്ത്രങ്ങളൊക്കെയാ വാങ്ങിക്കുന്നതല്ലേ. കല്യാണത്തിനൊക്കെ നമ്മൾ 100 രൂപയുടെ സാരി ഇന്ന് ആരെങ്കിലും വാങ്ങിക്കോ? പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 100 രൂപയുടെ സാരി കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത്. സഹോദരങ്ങളൊക്കെ ഇരുന്ന് ചിരിക്കുന്നല്ലോ. പണ്ടൊക്കെ ആണെങ്കിലേ ഒരു 100 രൂപയുടെ സാരി കിട്ടിയായിരുന്നെങ്കിൽ ഇന്ന് ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ 100 രൂപയുടെ സാരി എന്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നാൽ ഞാൻ പറയും, എനിക്ക് ഇതിട്ടോണ്ട് കല്യാണത്തിന് പോകാൻ വയ്യ, ഞാൻ പോകത്തില്ല, ഞാൻ വരുന്നില്ല, വാങ്ങിച്ചു തന്നില്ലേലും വേണ്ടില്ല, ഞാൻ ഈ സാരി ഉടുത്തോണ്ട് വരുന്നില്ല എന്ന് പറയത്തില്ലേ? ഉത്സവ വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയില്ലേ? അതിനൊരു വിലയില്ലേ? സ്വർഗത്തിലെ ദൈവം ഈ യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് അതിന് പകരം കൊടുത്ത വസ്ത്രത്തിന്റെ പേരാണ് ഉത്സവ വസ്ത്രം. എന്താ ഉത്സവ വസ്ത്രം? ഉത്സവ വസ്ത്രം ആഘോഷങ്ങൾക്കൊക്കെ ഇടുന്ന നല്ല ഒന്നാം തരം ഒരു വസ്ത്രം അവന് കൊടുക്കാനിടയായി. എന്നിട്ട് പറയുക, തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ. മുടി വെക്കണമെന്ന് പറഞ്ഞാൽ വിഗ് കൊണ്ടൊന്ന് വെക്കണമെന്നല്ല, അവന്റെ മൊട്ടത്തലയ്ക്കകത്ത് വിഗ് കൊണ്ട് വെക്കണമെന്നല്ല പറഞ്ഞതാ, അവന് നല്ലൊരു കിരീടം കൊടുക്കാനാ. ഞാൻ ആ ഭാഗം പിന്നോട് വരാം കേട്ടോ. അവന്റെ ആ കിരീടത്തിന്റെ ഭാഗം ലാസ്റ്റിൽ ഞാൻ വന്ന് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ വാക്കാണ്, നമ്മൾ ഇത് കിരീടം വെച്ചു, വെടിപ്പുള്ള കിരീടം, നല്ല വൃത്തിയുള്ള നല്ല ഒന്നാം തരം നല്ല സൂപ്പർ കിരീടം വെച്ചു, നല്ല ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അകൃത്യമെല്ലാം മാറ്റിയപ്പോ ആര് ചൂളിപ്പോയെന്നാ? സാത്താൻ ചൂളിപ്പോയി. സാത്താൻ പിന്നെ അവിടെ വല്ലതും പറഞ്ഞോ? കുറ്റം ചുമത്താൻ വേണ്ടി നോക്കി നിന്നതാ. ദൈവം അവനെ ഫലസിച്ചിട്ട് ഇവന്റെ വസ്ത്രത്തിന്റെ ലെവലൊന്നും മാറ്റി, ഇവന്റെ ആ മുഷിഞ്ഞ വസ്ത്രം അങ്ങോട്ട് മാറ്റിയിട്ട് ഇവനൊരു ഉത്സവ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് വെടിപ്പുള്ള മുടിയൊക്കെ അങ്ങോട്ട് തലയിൽ വെച്ചപ്പോ ഒരു സുന്ദര കുട്ടപ്പൻ ആ യോശുവ അവിടെ നിൽക്കുക. അത് കണ്ടിട്ട് പിശാച്
പിശാചിന് വല്ലതും പറയാനുണ്ടോ? നമ്മളെയൊക്കെ ഇങ്ങനെയൊക്കെ കുറ്റമില്ലാതെ നിർത്തുന്നത് നമ്മുടെ കഴിവല്ല കേട്ടോ. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നോക്കിയപ്പോ നമ്മളിൽ കുറ്റമുണ്ടായിരുന്നു. പിശാച് നമ്മളെ കുറ്റം ചുമത്താൻ മാറി നിൽക്കുകയായിരുന്നു. അവന്റെ കുറ്റം ചുമത്തലിന് നമ്മളെ ഏൽപ്പിക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ പരിഹാസ വിഷയമാകാതെ, സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ച് ചില വ്യക്തികളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വസ്ത്രത്തിന്റെ ലെവലൊന്നും മാറ്റി. ഞാനിത് പറയുന്നത് ഞാനിട്ടിരിക്കുന്ന ചുരിദാറിന്റെയോ സാരിയുടെയോ കാര്യമല്ല. നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രം നമ്മൾ അലക്കാൻ ഏൽപ്പിച്ചില്ല എങ്കിൽ ശത്രു നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ പന്താടുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. പലപ്പോഴും പിശാച് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ നിന്നാ വിഷയമാക്കുന്നതിന്റെ കാരണം നമ്മൾ മുഷിഞ്ഞ വസ്ത്രം കൊണ്ടിരിക്കുന്നതാ. നമ്മുടെ ജീവിത വസ്ത്രം മുഷിഞ്ഞതായതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ശുദ്ധീകരണത്തിനായി നമുക്ക് ഏൽപ്പിക്കുക. കർത്താവ് അങ്ങനെ ശുദ്ധീകരിക്കണമേ, അങ്ങനെ വിശുദ്ധീകരിക്കണമേ, അങ്ങനെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെയൊരു ഉത്സവ വസ്ത്രം തരണമേ. എന്റെ വസ്ത്രത്തിന്റെ ലെവല് മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കതിനെ കഴുകിക്കളയാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്റെ വസ്ത്രം മുഷിഞ്ഞതായി തന്നെ ഞാൻ ധരിച്ചു കൊണ്ടിരിക്കുക. എന്റെ ദൈവം ഇന്ന് പകലിറങ്ങി വന്ന ഈ കലാപാരഘനധരജന എന്റെ വസ്ത്രത്തിന്റെ ലെവൽ ഒന്ന് മാറ്റി, മുഷിഞ്ഞ വസ്ത്രത്തെ ഒന്ന് മാറ്റിയിട്ട് എനിക്ക് തേജസ്സുള്ള ഒരു വസ്ത്രം ധരിപ്പിക്കുന്ന എന്റെ അപ്പൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ വസ്ത്രത്തിന്റെ ലെവലുകളെ മാറ്റി നമ്മെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് ശത്രുവിന്റെ മുമ്പിൽ നമ്മളെ കെണിയാക്കാതെ, ശത്രുവിന്റെ മുമ്പിൽ നമ്മളെ നിന്നയാക്കാതെ, നമ്മളെ മാനിക്കാൻ ഇന്ന് പകലിൽ പദ്ധതിയിട്ടിരിക്കുകയെന്ന്. നമുക്ക് വെടിപ്പുള്ള ഒരു മുടി വയ്ക്കാൻ തയ്യാറായി വെച്ചിരിക്കുക. നമ്മളെ കിരീടം ധരിപ്പിച്ച് നല്ല രീതിയിൽ നമ്മളെ ശത്രുവിന്റെ മുമ്പിൽ ഒരു അലങ്കാര പാത്രമാക്കി നമ്മളെ കൊണ്ട് പിശാച് നോക്കിയിട്ട് ലജ്ജിച്ചു പോയോ, ഞാൻ ഇവനിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയിരുന്നാണല്ലോ, ഇവന്റെ വസ്ത്രം മുഷിഞ്ഞതായിരുന്നല്ലോ, പക്ഷെ ഇവന്റെ വസ്ത്രത്തിന്റെ ലെവല് മാറി, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിശാച് പിന്നോട്ട് ഓടിപ്പോകും കേട്ടോ. അങ്ങനെ ചെയ്യാൻ ദൈവസന്നിധി നമ്മൾ കീഴ്പ്പെടണം. ഹല്ലേലൂയ. രക്തത്താൽ ജയം. അവനോട് പറഞ്ഞൊരു വാക്കാണ്, തലയിൽ വെടിപ്പുള്ള കിരീടമൊക്കെ വെക്കാൻ പോയപ്പോ അവന് വല്ലതും പറഞ്ഞോ? ഇല്ല, അങ്ങ് തലയൊക്കെ അങ്ങ് താഴ്ത്തി കൊടുത്തെന്നാ ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് വെച്ചോ, പിശാച് എന്നെ കുറ്റം പറയുന്നതിന് മുമ്പേ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് സമർപ്പിച്ച യോശുവയോട് കർത്താവ് സാക്ഷീകരിച്ച് പറയുക. എങ്ങനെ, എന്താ പറയുന്നേ? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കണം, എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ മതി. നീ എന്റെ ആലയത്തെ പരിപാലിക്കണം, എന്റെ പ്രാകാരങ്ങളെ നീ സൂക്ഷിക്കുകയും ചെയ്താൽ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഞാൻ നിനക്ക് ആഗമനം അനുവദിക്കും. ഈ നിൽക്കുന്നവർ ആരാന്നറിയാമോ? പിശാചല്ല, അവന്റെ കൂട്ടുകാർ അവിടെ നിൽപ്പുണ്ട്. അവന് വസ്ത്രം ധരിപ്പിച്ച ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അവരോടാ പറഞ്ഞ, നിങ്ങൾ കൊണ്ടുവന്ന് വസ്ത്രം ധരിപ്പിപ്പിൻ. നിങ്ങളെ വസ്ത്രം നമ്മുടെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ നോക്കി കർത്താവ് പറഞ്ഞപ്പോ അവരാ നമുക്ക് മാറ്റി തന്നത്. അപ്പൊ അവർക്കൊരു ഗമയില്ലേ? അവര് പറയോ, ഞാനല്ലോടാ നിനക്ക് വസ്ത്രം മാറ്റി തന്നത്, ഞാനല്ലോടാ നിന്നെ ഇങ്ങനെ ആക്കിയത്, ഞാനല്ലോടാ നിന്നെ ഉപദേശിച്ച് ശരിയാക്കിയത്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശരിയാക്കിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുഖത്തൊക്കെ ആള് കളിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ആഗമനം അനുവദിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അതിനെന്താ ചെയ്യേണ്ടെന്നറിയോ? നമ്മൾ ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന. ദൈവത്തിന്റെ ആലയത്തെ പരിപാവനമായി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന്റെ പ്രാകാരങ്ങളെ നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാകണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകള് വിശുദ്ധിയോടെ ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അശുദ്ധിയുടെ പടവുകൾ നമ്മുടെ മുമ്പിൽ കയറി വരും, പക്ഷെ അതിനോട് ഗുഡ് ബൈ പറഞ്ഞു ഓടണം. അശുദ്ധ ജീവിതത്തിന് ഒരിക്കലും കോംപ്രമൈസ് ആകരുത്. ഒരു കാര്യത്തിനും ഒരു രൂപയുടെ നന്മയ്ക്ക് വേണ്ടിയും അശുദ്ധിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ദൈവമക്കൾ തയ്യാറാകരുത്. ഞാൻ തയ്യാറാകരുത്. അങ്ങനെയെങ്കിൽ ദൈവം പറയുക, നീ എന്റെ കാര്യം വിശുദ്ധിയോടെ നോക്കിയ ഞാൻ നിന്റെ കാര്യം നോക്കാം. ഞാൻ നിനക്ക് ഇവരുടെയൊക്കെ മുമ്പിൽ ഒരു ആഗമനം അനുവദിക്കാൻ പോവുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, 8-ാം വാക്യത്തില്, അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരെന്നാ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിന്റെ യോശുവേ, മഹാപുരോഹിതനായ യോശുവേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന കൂട്ടുകാര് അത്ഭുത ലക്ഷണ പുരുഷന്മാരാ. ചില്ലറ പുള്ളികളൊന്നും അല്ല ഈ കൂട്ടുകാര്. പക്ഷെ അവരുടെ മുമ്പിൽ ഞാൻ നിനക്കൊരാഗമനം തരാൻ പോകുക. നമ്മുടെ കൂട്ടുകാർ നമുക്ക് ആഗമനം തരാത്തടുത്ത്, നമ്മുടെ കൂട്ടുകാർ നമ്മെ കൈപിടിച്ച് ഉയർത്താത്തടുത്ത്, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ പൊക്കി പറഞ്ഞ്, നമ്മളെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തുന്ന കൂട്ടുകാരുടെ മുമ്പിൽ 45-ാം സങ്കീർത്തനത്തിൽ നിങ്ങൾ വായിക്കും. ഞാൻ അത് എടുത്തു വെച്ചിരുന്ന വാക്യമല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്നതുകൊണ്ട് ഞാൻ പറയാ. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാര് പലപ്പോഴും നമുക്ക് സന്തോഷം തരുന്നവരായിരിക്കും,
ആയിരിക്കത്തില്ല. നമ്മുടെ ഉയർച്ചകളെ കണ്ട് നിന്ദിക്കുന്നവരായിരിക്കും, നമ്മുടെ അവസ്ഥകളെ നോക്കി നമ്മളെ പരിഹസിക്കുന്നവരായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ഈ പാടിയ പ്രിയപ്പെട്ടവളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോകുക. ദൈവസന്നിധി സമർപ്പിക്കാമോ? നീ ദൈവത്തിന്റെ കാര്യം നോക്കാമോ? ദൈവസന്നിധി വിശുദ്ധിയോടെ ജീവിക്കാമോ? അങ്ങനെയെങ്കിൽ ദൈവം നിന്റെ കാര്യം നോക്കുമെന്ന്, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിനക്ക് ആഗമനം അനുവദിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. അടുത്തൊരു വാക്യം നിങ്ങൾ വായിക്കണമേ. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു കല്ലുണ്ട്. ഈ കല്ലെന്തിനാ എന്നറിയാമോ? ദൈവത്തിന്റെ ആലയപ്പണിക്കുള്ള കല്ല കേട്ടോ. അത് യോശുവയുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുക. യോശുവെ, നിന്റെ കേട് മാറ്റി, നിന്റെ അകൃത്യം മാറ്റി, നിന്നെ ഉന്നതമായ വസ്ത്രം ധരിപ്പിച്ച്, നിന്റെ തലയിൽ മുടി വെച്ച്, നിന്റെ കൂട്ടുകാരുടെ മുമ്പില് നിനക്ക് ആഗമനം അനുവദിച്ചിട്ട് നിന്റെ മുമ്പിൽ ഒരു കല്ല് കൊണ്ടുവച്ചിരിക്കുക. ആ കല്ല് വെറുതെ വെച്ചിരിക്കുകയല്ല, അതിൽ 7 കണ്ണുണ്ടെന്ന് നിങ്ങൾ വായിക്കണം. 4-ാം അധ്യായം 10-ാം വാക്യത്തില് സർവ്വഭൂമിയിലേക്ക് മൂടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് ഈ കല്ലിൽ ഇരിക്കുക കേട്ടോ. ദൈവം നമ്മളെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിലേക്ക് പടുത്തുയർത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ കണ്ണ് നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ആ ഒരു നോട്ടം നമ്മുടെ കൂടെയുണ്ട്. ആ കല്ലിന്മേൽ വെറുതെ ഒരു കല്ല് തന്നിട്ട് ഇതങ്ങ് പണിതോടാന്നും പറഞ്ഞ് പണിയുക അല്ല കേട്ടോ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം. അതിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി വച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാ. ഇന്ന് രാത്രി ഈ പ്രയർ ലൈൻ നടത്തുന്ന ദൈവത്തിന്റെ ദാസനോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വചനത്തിലൂടെ സംസാരിക്കുക കേട്ടോ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച കാര്യത്തിന് മുമ്പിൽ ദൈവത്തിന്റെ ദൃഷ്ടി വച്ചിരിക്കുക കേട്ടോ. ദൈവത്തിന്റെ ദൃഷ്ടിയെ തട്ടി മാറ്റിയിട്ട് നിങ്ങളെ ഈ ലോകത്തിൽ മാറ്റിമറിക്കാൻ ഒരു ദുഷ്ടശക്തിക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. സർവ്വഭൂമിയിലേക്കും ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില താലന്തുകളിന്മേൽ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ശുശ്രൂഷകളുടെ മേൽ ദൈവത്തിന്റെ 7 കണ്ണിങ്ങനെ നോക്കിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ ദൈവം നോക്കിയിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളെ ദൈവം ശ്രദ്ധ വെച്ച് കാണുകയാകട്ടോ. നിങ്ങളുടെ ജീവിതത്തിലുള്ള അവസ്ഥകളെ ഒക്കെ ദൈവം ദൃഷ്ടി വെച്ച് കാണുക. ശാരീരിക പ്രയാസങ്ങൾ ദൈവം കാണുക. പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് അങ്ങോട്ട് ചെന്ന് വയ്യാതെ കിടക്കുന്ന അനുഭവങ്ങളെ ദൈവം കാണുക. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ മേൽ സൗഖ്യമയക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീര മണ്ഡലങ്ങളെ ദൃഷ്ടി വയ്ക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമം ഞങ്ങൾ വെട്ടുകയാ. ദൈവകൃപ ആ കുടുംബത്തിന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളുടെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ തേജസ്സും കരങ്ങളും കണ്ണുകളും ഇന്ന് രാത്രി സ്പഷ്ടമായ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുക. ദൈവം നിങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിന്റെ മേൽ നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷകളുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടെന്ന് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്റെ സമയം അവസാനിക്കാറായി. 9-ന്റെ ലാസ്റ്റിൽ ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കും. ആദ്യം ആരുടെ അകൃത്യാ പോക്കിയത്? ആദ്യം യോശുവയുടെ അകൃത്യം പോക്കി. ഇപ്പോൾ ദേശത്തിന്റെ അകൃത്യം പോക്കുമെന്ന് ദൈവം പറയുക. എന്റെ ജീവിതത്തിൽ അകൃത്യം പോക്കുന്ന ഒരു അനുഭവം ഉണ്ടായാൽ ഞാൻ മുഖാന്തരം ഈ ദേശം വിടുവിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്റെ ജീവിതത്തിന്റെ അകൃത്യം പോക്കാൻ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടാൽ ഞാൻ മുഖാന്തരം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദേശം വിടുവിക്കപ്പെടോ. ഇന്ന് രാത്രി ഞാൻ അതിന് ശുദ്ധീകരിക്കപ്പെടണോ. എന്റെ ജീവിതത്തിലെ അകൃത്യം മാറണോ. എന്റെ ജീവിതത്തിലെ അകൃത്യം മാറാൻ ഞാൻ പൂർണ്ണമായ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്നെ ദൈവമാക്കിയിരിക്കുന്ന ദേശത്തിന്റെ അകൃത്യം മാറ്റാൻ ദൈവം വിശ്വസ്തന. 10-ാം വാക്യത്തിൽ വായിക്കുന്നില്ല, നിങ്ങളിൽ ഓരോരുത്തൻ താന്റെ മുന്തിരിവള്ളിയിലേക്ക് കൂട്ടുകാരെ കൊണ്ടുവന്ന് ക്ഷണിക്കുമെന്ന്. നിങ്ങൾ അത് വായിച്ചു നോക്കണം സന്തോഷത്തോടെ. പണ്ടാണെങ്കിൽ അകൃത്യമുള്ള സമയത്ത് ദേശത്ത് അകൃത്യം പോക്കുന്നതിന് മുമ്പ് ഭയത്തോടെ ഇവരെല്ലാം ജീവിച്ചത്. കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരുമിച്ച് കൂടിയിരുന്ന മുന്തിരിവള്ളിയുടെ കീഴിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അകൃത്യം മുഖാന്തരം പറ്റാതിരുന്നു. പക്ഷെ ദൈവം ദേശത്തിന്റെ അകൃത്യം പോക്കിയപ്പം ആ ഭയമെല്ലാം മാറി അവർ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുന്ന ആ വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 8-ാം വാക്യത്തിൽ 3-ന്റെ അവസാന ഭാഗത്ത് അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്താൻ പോകുക. എന്തിനാ എന്ന് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ 6-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങളിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ തലയിൽ ഒരു മുടി വെക്കട്ടെ, കിരീടം വെക്കട്ടെ എന്ന്. ഇവിടെ വായിക്കുന്ന, അവരോട് നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടം ഉണ്ടാക്കി മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ തലയിൽ വെച്ച് അവനോട് പറയണം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യിക്കുക, മുള എന്നു പേരുള്ള ഒരു പുരുഷനുണ്ട്. അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയാൻ പോകുക. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാന ഭൂഷണ
ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. ഞാൻ ആ വാക്യമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മഹാപുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് ദൈവസന്നിധി നിന്നപ്പം പിശാച് അവനെ കുറ്റപ്പെടുത്തി അകറ്റിക്കളയാൻ ആഗ്രഹിച്ചപ്പോ ദൈവം അവനോട് കരുണ കാണിച്ച് ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി എന്ന് പറഞ്ഞ് പിശാചിനെ ഫലസിച്ചു മാറ്റിയിട്ട് അവന് ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. വെടിപ്പുള്ള ഒരു മുടി അവന്റെ തലയിൽ വെച്ചു. ഇപ്പോൾ പറയാ, അതിനെല്ലാം കീഴ്പ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കാൻ അവൻ ദൈവസന്നിധി തീരുമാനമെടുത്തപ്പോ ഇപ്പൊ പറയാ, നീ വെള്ളിയും പൊന്നും വാങ്ങിയുള്ള കിരീടം വാങ്ങിച്ച് ആരുടെ തലയിൽ വെക്കണമെന്ന്? മഹാപുരോഹിതനായ യോശുവയുടെ തലയിൽ വെക്കണം. നേരത്തെ വെടിപ്പുള്ള ഒരു മുടിയെന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു കേട്ടോ. ഇപ്പൊ ശ്രേഷ്ഠകരമേറിയ ഒരു കിരീടം വെച്ചിട്ട് പറയാ, എന്റെ ദാസനായ മുള എന്നവനെ ഞാൻ വരുത്താൻ പോകുകയാ. അവൻ രാജാവായി വാഴാൻ പോകുകയാ. അവൻ പുരോഹിതനായി വാഴാൻ പോകുക. പക്ഷെ ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ കർത്താവുമായിട്ടൊരു സമാധാന മന്ത്രണം നമുക്കില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല കേട്ടോ. യോശുവ ഭയങ്കര വലിയ പുരോഹിതനൊക്കെ ആയിട്ട് ദൈവാഭിഷേകം ചെയ്തിട്ട് കർത്താവുമായിട്ട് അവനൊരു ബന്ധമുണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ നിന്ന് കണ്ടതാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, യോശുവ എന്നുള്ള ഗ്രീക്ക് ഹീബ്രു പദമാ. അതിന്റെ ഗ്രീക്ക് പദത്തിലോട്ട് വരുമ്പോ അത് യേശു എന്നാ കാണുന്നതെന്ന് ഇങ്ങനെ എഴുതിയിരിക്കും. ഞാൻ ശ്രദ്ധിക്കാനിടയായി. ഈ യോശുവ എന്നുള്ള ഹീബ്രു പദം അത് ഗ്രീക്ക് പദത്തിലോട്ട് വരുമ്പം യേശു എന്ന, അതായത് ഈ മഹാപുരോഹിതനായ യോശുവ മോശയ്ക്ക് ശേഷം വന്ന യോശുവ അല്ല കേട്ടോ. ഇത് ദൈവത്തിന്റെ ആലയത്തിൽ പുരോഹിതനായിരുന്ന ഒരു യോശുവയാ. അപ്പൊ ഈ യോശുവയും യേശുവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത്. അത് തന്നെയാണല്ലോ നമ്മൾ ഇവിടെ വായിക്കുന്നത്. എന്റെ ദാസനായ മുള എന്ന് പറഞ്ഞ കർത്താവിനെയാ. ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള വരുമെന്ന് പറഞ്ഞിട്ടില്ലേ ഏശാവ് 11 സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുക. ഇശായുടെ കുറ്റിയിൽ നിന്ന് വരുന്ന മുള എന്നവനെ ഞാൻ വരുത്തും. അവനും ഇവനും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. ഈ മഹാപുരോഹിതനായിരുന്നവൻ, യെരുശലേമിലെ ആലയത്തിലെ മഹാപുരോഹിതനായിരുന്നവൻ, നിങ്ങൾക്കറിയാമോ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:20 യേശു എന്നേക്കും മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനായിട്ട് വരുമെന്ന്. അങ്ങനെയെങ്കിൽ മഹാപുരോഹിതനായി വരുന്ന യേശുവും ഈ യോശുവയും തമ്മിൽ ഒരു സമാധാന മന്ത്രണം ഉണ്ടാകും. ഞാൻ ഇതിൽ നിന്ന് എനിക്ക് വന്ന ദൈവത്തിന്റെ വെളിപ്പാട് ഞാൻ പറയട്ടെ. നമ്മൾ ഇന്ന് ദൈവസന്നിധി ചെയ്യുന്ന ശുശ്രൂഷകള് കർത്താവുമായിട്ടുള്ള ഒരു സമാധാന മന്ത്രണത്തിലായില്ലെങ്കിൽ വിജയമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്നും ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അവകാശമില്ല. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ദൈവവചനത്തെ കോട്ടിമറിക്കാൻ എനിക്ക് അവകാശമില്ല. പക്ഷെ ദൈവവുമായിട്ടുള്ള ഒരു സമാധാന മന്ത്രണത്തിലാണ് എന്റെ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നെങ്കിൽ അന്ത്യം വരെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഏതെങ്കിലും മണ്ഡലങ്ങളിൽ എന്റെ കർത്താവുമായിട്ടുള്ള സമാധാന മന്ത്രണത്തിൽ നിന്ന് ഞാൻ അകന്നു പോയാൽ അവിടെ എനിക്ക് പരാജയമാ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാമോ? എന്റെ സമയം കഴിഞ്ഞല്ലോ. നമുക്കൊരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാമോ? കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. കർത്താവ് നമ്മളോട് എന്താ സംസാരിച്ചത്? 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിൽ നിന്നൊക്കെ ദൈവം നമ്മളോട് സംസാരിച്ചു. നമ്മളോട് നല്ല വാക്ക് പറയാൻ, ആശ്വാസകരമായ വാക്ക് പറയാൻ സ്വർഗത്തിലെ ദൈവം തന്റെ സാന്നിധ്യം നമ്മുടെ മേലയക്കുന്നു. മതിലില്ലാതെ തുറന്നു കിടക്കുന്ന യെരുശലേമിന്റെ ദേവാലയം, അതിനൊരു തീ മതിലായി കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കും. നമ്മൾ കണ്ടു. അതുപോലെ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ സന്നിധി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിത വസ്ത്രം മുഷിഞ്ഞതാണെങ്കിൽ പിശാച് നമ്മളെ കുറ്റപ്പെടുത്താൻ വരും. പക്ഷെ ദൈവം അതിനെ അനുവദിക്കത്തില്ല. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ കീഴടങ്ങുന്ന ഒരു വ്യക്തിയാ. കർത്താവ് നമ്മുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി നമ്മളെ നല്ലൊരു വസ്ത്രം ധരിപ്പിക്കാൻ വരുമ്പോ അത് വേണ്ടാന്ന് പറയുകയല്ല. കർത്താവേ, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നും പറഞ്ഞ ആരും പോകരുത്. എനിക്കൊരു ജീവിതത്തിൽ വിശുദ്ധി വേണമെന്നും പറഞ്ഞ് പോകാൻ തയ്യാറാകാമോ? എന്റെ വസ്ത്രത്തിനൊരു മാറ്റം വേണമെന്ന് പറയാൻ തയ്യാറാകാമോ? എന്റെ ജീവിതത്തിന് എനിക്കൊരു വിശുദ്ധി വേണമെന്ന് പറയാൻ നമ്മൾ തയ്യാറാകുമോ? അങ്ങനെയുള്ളവരെ കർത്താവ് ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുക. വിശ്വസ്തന്മാർ ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓറിക്കാലരഭ ദൈവത്തിന്റെ ഭക്തന്മാരുണ്ടോ എന്ന് നോക്കുമ്പോ ഭക്തന്മാർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിക്ക് വേണ്ടി വസ്ത്രത്തെ വെളുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ കർത്താവ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നോക്കി കർത്താവ് സാക്ഷ്യം പറയട്ടെ. കർത്താവ് പറയട്ടെ, ഞാൻ നിനക്കൊരു ഉത്സവ വസ്ത്രം തരാൻ പോവെന്ന് പറഞ്ഞ സന്തോഷമുണ്ട്. എനിക്കതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ അങ്ങ് പോയാ മതി എന്ന് ആരെങ്കിലും പറയോ? ഇല്ല, ഞാൻ പറയത്തില്ല കേട്ടോ. കർത്താവ് എന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാന്ന് പറഞ്ഞ എന്നെ ധരിപ്പിക്കണവേ എന്ന് പറഞ്ഞ് 2 കൈ നീട്ടി ഞാൻ അങ്ങ് കുനിഞ്ഞു നിന്നൊക്കെ കർത്താവ് അങ്ങ് ധരിപ്പിച്ചു തരും ഞാൻ വിശ്വസിക്കുക. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കൂ. എന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ച് തരാമെന്ന് പറയുമ്പം വേണ്ടാന്ന് പറയല്ലേ. ഇന്നേ
രാത്രിയിലും ദൈവത്തിന്റെ കരുണയുടെ ഒരു കരം ഇതിനകത്ത് വ്യാപരിക്കുകയാ. എന്നും ഈ കരുണയുടെ കരം നമ്മുടെ പിന്നാലെ വന്ന് വാ വാ എന്ന് വിളിക്കുമെന്ന് വിചാരിക്കരുത്. ഇന്ന് ചിലപ്പോ അവസാനത്തെ നിമിഷമായിരിക്കാം, ഇന്നൊരു പക്ഷെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമുക്ക് നൽകുന്നത്. അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുമോ? ഇന്ന് രാത്രി മഹാപുരോഹിതനായ യോശുവ തന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പം ദൈവം അവന് ഉത്സവ വസ്ത്രം ധരിപ്പിക്കുക മാത്രമല്ല, അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു. അവനോട് പറഞ്ഞു, നീ എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിച്ചാ മതി, നീ എന്റെ കാര്യം നോക്കിയ ഞാൻ നിന്റെ കാര്യം നോക്കാം, ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഞാൻ നിനക്ക് ആഗമനം അനുവദിക്കുക, മുള എന്നവനെ വരുത്തി ഞാനും അവനും തമ്മിൽ ഒരു സമാധാന മന്ത്രണം തരാം. ഇന്ന് രാത്രി എത്ര വലിയ വാഗ്ദത്തമാ! കർത്താവുമായിട്ട് നമുക്കൊരു സമാധാന മന്ത്രണത്തിലേക്ക് മടങ്ങി വരാം, പ്രാർത്ഥനയിൽ നമുക്ക് മടങ്ങി വരാം, ആരാധനയിൽ നമുക്ക് മടങ്ങി വരുക. ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ഒരു സമാധാന മന്ത്രണം ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അതെന്താന്ന് അറിയത്തില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവ് ഈ വചനത്തിന്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ ഏത് ഘട്ടങ്ങളിലും എന്റെ കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം എനിക്ക് വേണം. സമാധാന ഒരു മന്ത്രണം മന്ത്രണം മന്ത്രണം. ഞാനിങ്ങനെ വിചാരിക്കുക, കർത്താവ് അവരുമായിട്ട് ഇങ്ങനെ ചെവിയിൽ കാര്യം പറയുന്ന സ്നേഹിതരുണ്ടല്ലോ, അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എത്ര നല്ല ശ്രേഷ്ഠകരമേറിയ ഒരു ആത്മീയ അനുഭവമാണ് യോശുവയും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം കൊടുത്തതെങ്കിൽ ഇന്ന് രാത്രി നമ്മളിൽ പ്രസാദിച്ചിട്ട് കർത്താവ് പറയോ, ഞാനും നീയും തമ്മിൽ ഒരു സമാധാന മന്ത്രണം തരാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. അധിക സ്ഥലങ്ങൾ പറയുവാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനാ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വേൾഡ് ക്രിസ്ത്യൻ പ്രെയർ ലൈനിൽ ഒരു പ്രാവശ്യം കർത്താവിന്റെ വചനം അങ്ങയുടെ ആത്മാവ് തന്നതുപോലെ പറയാൻ ദൈവം കൃപ ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇത് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമാക്കണമേ. വ്യക്തിപരമായ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച പ്രിയപ്പെട്ടവർ വചനം ഏറ്റെടുത്ത് വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. വചനം എല്ലാവരോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന നാഥ, ഇന്ന് രാത്രിയിൽ കേട്ട ഈ ദൈവവചനത്തിന് പ്രകാരം വിശുദ്ധിയായി ഏൽപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ടവരങ്ങ് വിശുദ്ധീകരിച്ച് പിശാചിന്റെ ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുവിച്ച് പിശാച് അവരെ കുറിച്ച് ചിന്തിച്ചിരുന്ന പദ്ധതികളിൽ നിന്നൊക്കെ കെട്ടി അതിൽ നിന്നെല്ലാം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദിവസമായിരിക്കുക. നന്ദിയോടെ സ്തോത്രം. അടിയനെയും വചനത്തിന്റെ മുമ്പിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ദൈവദാസനും ദൈവദാസിക്കും നന്ദി പറയുന്നു. കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഇനിയും കാണാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.